ഹലോ. ആ, ഓക്കെ സാർ. ആ, ഞാൻ ജോർജ് സാറുണ്ട്. ആ, പോയി വെക്കാം. സി സാറാണോ? നെമ്മാറ ഫോറസ്റ്റിൽ ആരോ പെട്ടുകൊടുക്കുന്നുണ്ട്. നമ്മൾ അതുവരെ ഒന്ന് ചെന്ന് നോക്കാനും. അതൊക്കെ ഫോറസ്റ്റുകാർ നോക്കണ്ടല്ലോ നീപ്പേ. അവിടെ ആളുണ്ടാവില്ല. ആ സിയൊക്കെ നമ്മളിട്ട് പിടിച്ചാൽ മതിയല്ലോ. ഇതൊക്കെ ആരോട് പറയാനാ? ആ ജീവി കട്ടപ്പുറത്ത് കയറിയിട്ട് ഒരാഴ്ചയായി. അത് നോക്കാൻ ഇവിടെ ആൾക്കും സമയമില്ല. നമ്മൾ എത്ര ഓടിയിട്ടും വീണ്ടും വീണ്ടും ഇവിടെ തന്നെ എത്തുന്നത്. ഞാൻ പറഞ്ഞതല്ലേ, ഏത് വഴി പോയാലും ഇവിടെ തന്നെ തിരിച്ചെത്താൻ. ആ
നിങ്ങളാണോ പോലീസ് വിളിച്ചത്? അല്ല സാർ. ഇവിടെ വേറെ ആരും കണ്ടോ? ഞങ്ങളിവിടെ ഒരു ഫോൺ കോൾ കിട്ടിയിട്ട് വന്നാ. സാർ അത് ഞാൻ പറഞ്ഞ കേൾക്ക്. നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. എന്താ? അത് സാറിന് അത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. സാറിന് പോയി നോക്ക്. ആ സാറേ നോക്കുമോ? ഇവിടെ ഒന്നുമില്ല. നിങ്ങളെല്ലാ വഴിയും പോയി വെക്കോ? ഏത് വഴി പോയാലും ഇവിടെ തന്നെയാണ് എത്തുന്നത്? എല്ലാ വഴിയും പോയി നോക്കി. ഏത് വഴി പോയാലും ഇവിടെ തന്നെ എത്തുന്നത്. നിങ്ങളെന്താ ഈ കാട്ടിലേക്ക് കയറിയത്? അത് ഈ പയ്യൻ എൻ്റെ പേഴ്സും തട്ടിപ്പറിച്ച് ഓടിക്കയറിയത് ഈ കാട്ടിലേക്കാണ്. പിന്നാലെ ഞാനും കയറി. ഇവിടെ നിന്ന് ആരെങ്കിലും വിളിക്കാൻ ട്രൈ ചെയ്തൂടെ? അത് സാറേ ഇവിടെ റേഞ്ചിനായിട്ട് വേണ്ടേ? ഈ മരത്തിലൊക്കെ ചിഹ്നത്തിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇവിടെ അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇവിടെ വന്ന പലരും തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ ഈ കാട്ടിലേക്കൊന്നും ആരും വരാറില്ലേ? കാട്ടിലേക്കൊക്കെ വരാറുണ്ട്, പക്ഷേ ഇങ്ങോട്ടാരും വരാറില്ല. നിങ്ങൾക്കിനി ഇവിടുന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. എനിക്കറിയാം. ഞാൻ കുറച്ച് നേരം ഈ കാട്ടിൽ വന്ന് പെട്ടിട്ട്. തനി നാട്ടുകാരനല്ലേ? അതെ. സാറിന് ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കൊല്ലത്തുകാരനാ. ട്രാൻസ്ലേറ്റ് വന്നിട്ട് ഒരാഴ്ചയാവും. ഓ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? സ്വപ്നം കാണണോ?
ഏയ് നീ എങ്ങോട്ടാ? ഒന്ന് മൂത്രം വെച്ചിട്ട് വരാം. ജോർജ് സാറേ, വയർലെസ് കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ പുറത്താരെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ഇല്ലല്ലോ, അത് വണ്ടിയിലല്ലേ? വണ്ടിയിലല്ലേ? നമ്മളെ കാണാനില്ലാതായാൽ സ്റ്റേഷൻ ആൾ വരെയായിരിക്കും. നമ്മുടെ ലൊക്കേഷൻ CSN അറിയാലോ. ഞാൻ ഏതായാലും എവിടെയെങ്കിലും റേഞ്ച് ഇട്ട് നോക്കട്ടെ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ആരെയൊക്കെ ഇവിടെ വിളിച്ചത് സ്റ്റേഷനിലേക്ക്? അത് ചിലപ്പോൾ ഒരു നല്ലെങ്കിലോ? പിന്നെ എനിക്കറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ഇവിടെ ആർക്കാ അവരെ കൊല്ലേണ്ട ആവശ്യം? അവൻ അങ്ങോട്ട് പോയപ്പം നമ്മൾക്ക് അവിടെ ഉണ്ടല്ലോ. ഇനി നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലോ? ഞാനെൻ്റെ ഫോണൊന്ന് എടുത്തിട്ട് വരാം. സാറേ, തലയുടെ പുറകിൽ ശക്തമായ എന്ത് ഇടിച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ താഴെ വീണപ്പോൾ തലയടിച്ചാവും. ഇനി നമ്മൾ ആ ബോഡി എന്ത് ചെയ്യും? തൽക്കാലം അവിടെ തന്നെ കിടക്കട്ടെ. ആ ഫോൺ നോക്കാൻ പോയ ആളെ കാണാമല്ലോ. ഞാനൊന്ന് പോയി നോക്കാം. ഇതിപ്പം തെരഞ്ഞു പോയ ആളെയും കാണാനില്ലല്ലോ. ജോർജ് സാറേ, ഇവിടെ വരൂ. എന്തായോ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ കാട്ടിൽ പെട്ടുപോയി എന്നുള്ളതാണ്. ഞങ്ങളുടെ കമ്പനി വർഷങ്ങളായി ഈ കാടിനെ പറ്റി പഠിക്കുന്നു. ആദ്യം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാം. വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രത്യേക സ്പേസ് ഷിപ്പ് ഈ ഭൂമിയിലേക്ക് വന്നു. അതിറങ്ങിയത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ കാട്ടിലേക്കാണ്. അതിൽ നിന്ന് കുറച്ച് അന്യഗ്രഹ ജീവികളും ഇവിടെ ഇറങ്ങി മനുഷ്യരെ പറ്റി പഠിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം.
അതിനുവേണ്ടി അവരുടെ സ്പെഷ്യൽ ടെക്നോളജി ഉപയോഗിച്ച് ഇവിടെ വന്നാൽ പിന്നീട് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലാക്കി. എന്നിട്ട് ഇവിടെ വന്ന് പെട്ടുപോകുന്ന മനുഷ്യരെ പറ്റി പഠിക്കാൻ തുടങ്ങി. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു കിടക്കണമെങ്കിൽ ചില സമയങ്ങളിൽ അവരുടെ സിസ്റ്റത്തിൽ ചെറിയ തകരാറുകൾ വരാറുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റിയേക്കും. അതെ, എൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകൾ ഈ കാട്ടിനകത്ത് പെട്ടിടക്കുക. ഈ കാട്ടിലോ? അതെ, ഈ സ്റ്റേഷനിലെ 2 പോലീസുകാരടക്കം 3 പേര് ആ കാട്ടിനകത്ത് പെട്ടിടക്കുക. ഈ സ്റ്റേഷനിലെ പോലീസുകാരെ ഞാൻ വരുന്നതായി കണ്ടോളല്ലോ. അല്ല, അത് നിങ്ങൾക്ക് തെറ്റിക്കാണും. ഇതാ ഇതൊന്ന് നോക്ക്. ഈ പോലീസുകാരനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടില്ലല്ലോ. ഇല്ലേ? ഇല്ലല്ല. ഈ ഫോട്ടോ എന്നെടുത്താ? ഇന്ന്. ഈ ആളുങ്ങൾ കണ്ടോ? ആ, എന്താ? ഇയാൾ മരിച്ചിട്ട് 6 വർഷമായി. ഹേയ്, അത് നിങ്ങൾക്ക് ആൾ മാറി കാണും. ഇയാളെ ഞാൻ ഇപ്പം കൂടെ കണ്ടതാ. ഇയാൾ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ആളാണ്. ആ കാട്ടിൽ വെച്ചിട്ട് ഇയാൾ മരിച്ചു. ആ ജീവികൾ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആരുമാകാം. കാരണം ആ ജീവികൾക്ക് ആ കാട്ടിൽ വെച്ച് മരിച്ച ആൾക്കാരുടെ രൂപത്തിലേക്ക് മാറാൻ കഴിയും. അപ്പോൾ അയാളെ കൊന്നതും? ആരെ കൊന്നത്? നീ കൂടാ ഒന്ന് മൂത്രമൊഴിച്ചിട്ടില്ല. ഇയാളില്ല അവിടെ. മരിച്ചത് ഇയാളിനെയാണെന്ന് ഉറപ്പുണ്ടോ? പിന്നെ ഇയാളെ കണ്ട എനിക്കറിയില്ലേ. കൃത്യമായി പറഞ്ഞാൽ ജനുവരി 2, 2001. 2001? അത് 25 വർഷം മുമ്പല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? 2001 6 വർഷം മുമ്പാണ്. ഇതേതാ വർഷം? ഇത് 2007. ഇനി അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാലും അവർ ഇവിടെ ഒരു പ്രത്യേക ടൈം സോണും ഡൈമെൻഷനും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് ഏത് കാലഘട്ടത്തിലേക്കാണ് എന്ന് പോലും പറയാൻ കഴിയില്ല. ഇനി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് അവർക്ക് മനസ്സിലായാൽ പിന്നീട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്